സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിച്ചയാളാണ്. ഇത് ഏതൊരു അനുയായിക്കും നിർബന്ധമാണ്. അനുയായികൾ അതേ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നവരാകണം, പണ്ഡിതന്മാരുടെ വാക്കുകൾ അംഗീകരിക്കുന്നവരാകണം, പണ്ഡിതന്മാരെ തുടരുന്നവരാകണം, പണ്ഡിതന്മാര് പറയുന്ന വാക്കുകൾ മുറുകെ പിടിക്കുന്നവരാകണം, പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്നവരാണ്. നമ്മുടെ തരം താഴ്ന്നുകൂടാ. പണ്ഡിതന്മാരൊരു കാര്യം, ഒന്നിച്ചൊരു കാര്യം തീരുമാനമെടുത്താൽ അവിടെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃക കാണിച്ചു തന്നു. അവിടെ തെളിവിന്റെ ചോദ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. എനിക്കവിടെ എങ്ങനെയാണത് കഴിഞ്ഞത്, എങ്ങനെയാണതിന് സാധിച്ചത്, അതെങ്ങനെയാണ്, ഏതൊക്കെ സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തിയത്, എനിക്കതറിയേണ്ടതില്ല, ഞാനത് അന്വേഷിക്കേണ്ടതില്ല, ഞാനതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയൂല. ഇതുറച്ച് വിശ്വസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടിയുറച്ച് വിശ്വസിച്ചു. ഇതെപ്പോഴും എല്ലാവർക്കും നിർബന്ധമാണ്. ഒരു തീരുമാനം പറഞ്ഞാൽ അതെന്തിനാ അയാൾക്കെതിരെ അങ്ങനെ ഒരു തീരുമാനം? നമ്മൾ ചോദിക്കേണ്ടതില്ല, നമ്മൾ അറിയേണ്ടതില്ല. നമ്മൾ ജാഹിലീങ്ങളാണ്. അതേ ഇപ്പൊ ലോകത്തൊട്ടാകെ ഔലിയാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കാലമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ നീളമുള്ള തലയെക്കെട്ട് കെട്ടുന്നവരാണ്. തെറ്റിദ്ധരിച്ചു പോയി ചില ആളുകൾ. എന്റെ തലയിലുള്ള തലയെക്കെട്ട് 7 മീറ്ററുള്ള തുണിയാണ്, എന്നാ പിന്നെ ഞാൻ വലിയാകണ്ടേ? അങ്ങനെ തലയെക്കെട്ട് നീളമുള്ളത് കൊണ്ട് വലിയാകൂല. അതുപോലെ തോളിലിടുന്ന ഷാളിന്റെ വലിപ്പം കൂടിയത് കൊണ്ട് വലിയാകൂല. വലിയെന്ന് പറയുന്നത് തലയെക്കെട്ടിന്റെ വലിപ്പം നോക്കിയിട്ടല്ല, കയ്യിലെ മോതിരത്തിന്റെ എണ്ണം നോക്കിയിട്ടല്ല, ഉടുത്ത തുണി മുട്ടിന്റെ താഴെയാകലല്ല. ഔലിയാക്കളെ അടയാളം അതല്ല. അങ്ങനെ ചില ഔലിയാക്കൾ ചിലപ്പോൾ മജ്ദൂബീങ്ങളായ ചില ഔലിയാക്കളുണ്ട്. അവർ ചിലപ്പോൾ അതേ കൂടുതൽ മോതിരം ധരിച്ചിട്ടുണ്ടാകാം. അവർ ചിലപ്പോൾ വേഷത്തിൽ ചിലപ്പോൾ ഓർമ്മയില്ലാത്തവരാകാം. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എല്ലാ മേഖലയിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതേ അതുപോലെ ഔലിയാക്കളെ കൂട്ടത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. എല്ലാ മേഖലയിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പണ്ഡിതന്മാരെ കൂട്ടത്തിലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ്. അതേ വയല് പറയുന്ന മൗലിയാമ്മയുടെ കൂട്ടത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതല്ലേ ചില ആളുകൾക്ക് വയല് പറഞ്ഞാൽ എന്താ പറയേണ്ടത് എന്നറിയില്ല. അതുകൊണ്ട് വയലിന് പോകുന്നതിന് മുമ്പ് എന്നെ ഫീസൊക്കെ പറഞ്ഞിട്ട് വയല് പറയുന്ന ചില ആളുകളില്ലേ. വയല് എന്ന് പറഞ്ഞാൽ അത് ബിസിനസ്സാണ് എന്ന് തെറ്റിദ്ധരിച്ചതാണ്. വയല് എന്ന് പറഞ്ഞാൽ മുസ്ലിം പോക്കറ്റ് നിറക്കാനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. അതേ ഡ്യൂപ്ലിക്കേറ്റ് വയലന്മാരാ. എന്താണ് വയലെന്നറിയില്ല. വയല് എന്ന് പറയുന്നത് മുസ്ലിയാരെ പോക്കറ്റ് നിറക്കാനല്ല. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മേൽപോട്ടേക്ക് നോക്കിയാൽ ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നമ്മളൊക്കെ ഉപ്പാപ്പയായ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ അംബിയാ മുർസലീങ്ങളും ചെയ്ത ഡ്യൂട്ടി എന്താണ്? വയലല്ലേ. അവരെ കാണിച്ചു തന്നത് ഓരോ ഉപദേശങ്ങളല്ലേ. അവരെ ജീവിതം വയലല്ലേ. അവരെ പതേ വാക്കുകൾ വയലല്ലേ. അവരെ ഉപദേശങ്ങൾ വയലല്ലേ. അവരാരും പ്രതിഫലം ചോദിച്ചിട്ടില്ല. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആൻ തന്നെ പറഞ്ഞില്ല നബിയേ, പറയണം അവരോട് ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. നിങ്ങൾ എന്റെ മക്കളെ സ്നേഹിക്കണം. അത് പ്രതിഫലമല്ല, അത് നമുക്കുള്ള ബാധ്യതയാണ്. അത് നമുക്കുള്ള ബാധ്യതയാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്. അതേ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിനോട് പറയുന്നു, പ്രതിഫലം ചോദിച്ചിട്ടില്ല. മുസ്ലിങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പ്രതിഫലം ചോദിച്ചിട്ടില്ല.
ഒരു പയല പറഞ്ഞു കൊടുത്തിട്ട് പൈസ ചോദിച്ചിട്ടില്ല. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ എല്ലാ മേഖലയിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ ലസീ തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് ആളുകൾ ഇറങ്ങി വന്നിട്ട് ജനങ്ങളെ വഞ്ചിക്കാൻ ഏറ്റവും നല്ല മേഖലയാണ് ത്വരീഖത്തിന്റെ മേഖലകൾ, ഔലിയാക്കളുടെ മേഖലകൾ. അതിൽ വഞ്ചനകൾ കൂടുതലാണ്. ഔലിയാക്കളെ വേഷത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ